ചെയ്യട്ടെ. എന്നാൽ ഒരുപാട് ക്വാളിറ്റി രണ്ട് ലോകത്തും നമുക്ക് ചെയ്യാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട അവസാനം നല്ല അല്ലേ? കൈകളോട് മടിയിൽ വെച്ച് സാറില്ല എന്തോ തരത്തിലുള്ള ഭാഗത്തിരക്കണോ ഞാൻ കഴിക്കണോ? ചെറുതായിട്ട് കുഴപ്പമില്ല കേട്ടോ. ഞാൻ സമയം 9:20 അല്ലേ? 9:40 ഇത് കഴിഞ്ഞ് ചായ കുടിച്ചിട്ട് പോവാം അല്ലേ? ഞാൻ വീടുകൊണ്ട് ഓർമ്മിച്ചോ? ഇല്ല, മാഷാ സന്തോഷം. നല്ല കുട്ടികളാണ് അല്ലേ? നല്ലത് കൊടുത്തിട്ട് കൈകൾ മണി വെച്ച് ക്ലാസ് കണ്ണു കാണുന്ന ഒരു ദീർഘമായ നല്ല ശ്വാസം ശബ്ദത്താക്കാതെ നല്ല പുറത്തേക്കട്ടെ. ഒന്ന് റിലാക്സ് ചെയ്തിരുന്നേ. കൈകളും കാലുകളും ഒന്ന് റിലാക്സ് ചെയ്തിരുന്നത്. അള്ളാഹു ഈ ഭൂമിയിൽ ജന്മം നൽകുന്നത് എൻ്റെ ഉപ്പാന്റെ ഉപ്പാന്റെ എൻ്റെ ഉപ്പാനെനിക്ക് തീരുമാനിക്കാൻ എനിക്ക് ചോദിച്ചിട്ടുണ്ടായില്ല. ഒരുപാട് ഉപ്പമാരെ നമുക്ക് ഒരു തിരഞ്ഞെടുക്കാൻ എനിക്ക് ചോദിച്ചിട്ടുണ്ടായില്ല. ഉമ്മയെ തിരഞ്ഞെടുക്കാൻ ചോദിച്ചിട്ട് ഉണ്ടായിട്ടില്ല. കണ്ണൂരാണെന്ന് കിടക്കുന്നത്. എന്റെ മുഖത്തിന്റെ രൂപം പോലും തിരഞ്ഞെടുക്കാൻ എനിക്ക് ചോദിച്ചിട്ടുണ്ടായിട്ടില്ല. എന്റെ പേര് പോലും സെലക്ട് ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. എന്നെ മറ്റുള്ളവർ വിളിച്ച പേരാണ് എനിക്കുള്ള പേര്. ഒരു നാളിൽ എന്റെ പേര് മാറ്റി ഈ ലോകത്തിൽ വന്നു. അതിന് മുമ്പ് ഈ ഭൂമിയിൽ എനിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം. ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസം. നന്നായിട്ട് സ്കൂളും കോളേജിലും ഒക്കെ നന്നായി പഠിച്ച് നല്ല എഡ്യൂക്കേഷൻ, 2 വിദ്യാഭ്യാസമുണ്ട്. 2 എന്റെ ഉമ്മാന്റെ ഉപ്പ പാവാണ്. ഉമ്മയുടെ മുഖം മനസ്സിലേക്ക് തെളിയട്ടെ. ഉമ്മയുടെ മുഖം മനസ്സിലോട്ട് ആ ഉമ്മാക്ക് വേണ്ടി നൽകുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകുകൊണ്ട് ഉമ്മാക്ക് വേണ്ടി പാവല്ലോ. ഉപ്പാക്ക് വേണ്ടി ഉപ്പയുടെ മുഖം, ഉപ്പ ചെയ്യുന്ന ജോലി, ഉപ്പ കഷ്ടപ്പെടുന്നത്, ഉപ്പ ടെൻഷനാവുന്നത് എന്ന് ഓർമ്മിക്കുക. ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം പകർന്ന ഗുരുനാഥന്മാർ, ഉസ്താദന്മാർ, സ്കൂളിലെ അധ്യാപികമാർ, അവരൊക്കെ നോക്കിക്കുന്നു. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകുന്നു. എനിക്ക് ആരോടും ദേഷ്യമില്ല. ഓരോരുത്തർ തീരുമാനിക്കും. എനിക്ക് ആരോടും ദേഷ്യമില്ല. ആരോടും പകയില്ല. എന്നെ ഉപദ്രവിച്ചോർത്ത്, എന്നെ കളിയാക്കിയവർക്ക്, എന്നെ ദ്രോഹിച്ചവർക്ക് എല്ലാവർക്കും ഞാൻ മാർക്ക് കൊടുത്തിരിക്കുന്നു. ആരോടും പകയില്ല. എനിക്ക് നന്നാവണം. എനിക്ക് നന്നാവണം. എനിക്ക് നന്നാവണം. നല്ല കുട്ടിയാണ്, നല്ല എടുക്കാണ്. ഞാൻ മരിച്ചു കബറിൽ പോകുമ്പോൾ എന്റെ സൽക്കർമ്മങ്ങൾ കാരണം എന്ന് ചോദിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മദീനയുടെ മുലമുറയിൽ അന്തിയോർക്കുന്ന നബി കണ്ണൂരടഞ്ഞിട്ടില്ല. ആ മദീനയുടെ പച്ചക്കുപ്പ മനസ്സിൽ തെളിയുന്നു. മദീനയുടെ പച്ചക്കുപ്പ മനസ്സിൽ തെളിയുന്നു. ആ പച്ചക്കുപ്പ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഹബീബിനെ മനസ്സിൽ കണ്ട് ഒരു സലാം കല്ലോന്നു. അസ്സലാത്തു വസ്സലാമു അലൈക്കും കല്ലോന്നു. ഹബീബ് നാളെ ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത സമയത്ത് സുജൂദിൽ കിടന്ന് നമുക്ക് വേണ്ടി കഴിയുമ്പോൾ ഒരു ശഫാഅത്ത് ഹബീബ് തരാൻ വേണ്ടി. അവിടെ നമുക്ക് ഹബീബിന് ശഫാഅത്ത് ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ദാഹിച്ച് നിൽക്കുമ്പോൾ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ നമുക്ക് വാങ്ങി കുടിക്കാൻ വേണ്ടി ദുആ ചെയ്യും. ഹബീബിനോടുകൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി മനസ്സ് കൊടുക്കുന്നു. ആ മദീന ഹൃദയത്തെ കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നു.
എല്ലാ ദിവസവും രാത്രി കിടക്കണ നേരം 11 പ്രാവശ്യം ഞാൻ മുത്ത് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടേ കിടക്കൂ എന്ന് തീരുമാനിക്കുക. ഇതൊരു ക്യാമ്പിന്റെ സന്ദേശമാണ്. രാത്രി കിടക്കുന്ന സമയത്ത് 11 പ്രാവശ്യം എല്ലാ ദിവസവും കൂടുതൽ വേണ്ട 11 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയിട്ടേ ഞാൻ ഉറങ്ങുമോ എന്ന് തീരുമാനിക്കുക. ഞാൻ ഉറച്ച് തീരുമാനിക്കും, ഓരോരുത്തരും തീരുമാനിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഹബീബിന്റെ പേരിൽ 11 സ്വലാത്ത് ഞാൻ ചൊല്ലിയിരിക്കും.